ഇനി ആദ്യത്തെ പോഡ്കാസ്റ്റിൻ്റെ പറയുകയാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ എപ്പിസോഡ് നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് ഒരാളോട് ഞാൻ ചോദ്യം ചോദിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഇയാൾ ഒരു ഉറക്കം കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് പറയണത് ഞാൻ മുനീർ ആലപ്പാട്ട് എടുക്കുന്നുണ്ട്, മെറ്റാലപ്പാട്ട്. അതായത് അത് പറഞ്ഞപ്പോഴാണ് ആള് മെറ്റ ആലപ്പാട്ടെന്ന് കേട്ടപ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ഞാൻ പോഡ്കാസ്റ്റിലാണ് ഇരിക്കുന്നതിലുള്ള വ്യക്തമായ സത്യം അയാൾക്ക് മനസ്സിലാവുന്നുണ്ട്. അതുവരെ അയാൾ സത്യം പറഞ്ഞാൽ രാത്രി 2 മണിക്ക് ഇങ്ങനെ ചിരിക്കേണ്ടി വരിക എന്നുള്ളതുണ്ടല്ലോ, എനിക്ക് എന്താ ചെയ്യും, അതെല്ലാം പറ്റണില്ല. തീർച്ചയായിട്ടും നമ്മളെ എന്താ പറയാ പ്രത്യേക ക്ഷണം സ്വീകരിച്ച് ഇന്ത്യയിൽ നിന്നും അല്ല, നമ്മള് ഹാപ്പിനെസ്സിനാണ് യാത്ര ചെയ്യുന്നത്. നമ്മളെ ഹാപ്പിനെസ് ആയിട്ട് കാണുന്നത്. തീർച്ചയായിട്ടും ഈ അടുത്തതായിട്ട് നമുക്ക് ക്ഷണം സ്വീകരിച്ചെത്തിയ നമ്മുടെ ഷെഫീഖ് 24 മണിക്കൂർ വർക്ക് ചെയ്യുന്ന ബാർബർ ഷോപ്പ്, നമ്മുടെ മടിയന്റെ ഫൗണ്ടറും കോ ഫൗണ്ടറും എല്ലാമായ മിസ്റ്റർ ജോഫർ സാറുണ്ട്. നേരെ റൈറ്റിലേക്ക് പോയാൽ നമുക്ക് ഷവർമ കഴിക്കാം. ഷവർമ ഇരുന്ന് കൊണ്ട് കഴിക്കാം. അപ്പൊ പിന്നെ എന്റെ ഒരു ജേണി പറയാട്ടാ, 2010 ഒക്ടോബർ 5-ാം തീയതി 10-ാം തീയതി തോന്നുന്നു ഞാൻ നമ്മുടെ മുനീർ ആലപ്പാട്ട് എന്നുള്ള യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. പല രീതിയിൽ വേറെ കേസ് എവിടെ എത്തിയില്ല. ഞാൻ അൽഫാം കഴിക്കാൻ പോയപ്പോ പൈസ കൊടുത്തതിന്റെ ചാനൽ ചോദിക്കണം, നിങ്ങൾ എവിടെയോ കണ്ടിട്ടല്ലോ അത്. അപ്പൊ എനിക്ക് ആദ്യം മനസ്സിലായില്ല എന്താ ഇയാൾ ഉദ്ദേശിക്കണല്ലേ. പിന്നെ എന്ത് ചെയ്യാൻ എനിക്ക് മനസ്സിലായി എന്ത്. അപ്പൊ ഇങ്ങനെ പറഞ്ഞു വന്നപ്പോൾ അന്ന് നിങ്ങൾ വന്നിട്ട് ഇവിടുന്ന് ഫുഡ് കഴിച്ച് വീഡിയോ ചെയ്തില്ല. അപ്പോൾ പറഞ്ഞു വന്നപ്പോൾ അല്ല എന്തെങ്കിലും മറക്കാൻ അല്ലേ, അന്ന് ഇയാൾ വന്നെന്ന് ഫുഡ് കഴിച്ച് വീഡിയോ ചെയ്ത് പൈസ തന്നിട്ടില്ല, ഇപ്രാവശ്യം പൈസ തരാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു, ആദ്യം തന്നെ ചോദിച്ചില്ല. അത് പൈസ തന്നതിന് ശേഷം എന്ത് ആ കടന്റെ ഓണർ പറയുന്നത് നിങ്ങൾ ഇവിടെ വന്ന് വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അതായത് പൈസ ഒരു ബ്ലോഗറിന്റെ രോദനല്ല, ഒരു ഓണറിന്റെ രോദനാണ്. അല്ല, നമ്മൾ 2019 ഒരു വലിയൊരു യൂട്യൂബർ ആവണം എന്നുള്ള ജേണിയിൽ വന്നു. നമ്മൾ ഇതുവരെ വരും തുടങ്ങും. പക്ഷെ നമുക്ക് മുമ്പ് പറഞ്ഞ കാര്യം ഉണ്ടല്ലോ, ഉറക്കമാണ് നമ്മൾ ഇതല്ലതും. അതുകൊണ്ട് പിന്നെ നമ്മൾ ഉറക്കിയിട്ട് ബാക്കി സമയം മാത്രം നമ്മൾ വ്ളോഗിലേക്ക് ഇറങ്ങാറുള്ളൂ. അപ്പൊ ഇനി എന്താ പ്ലാൻ ചെയ്യുന്ന വെച്ചാല് പഴയ ജേണിലേക്ക് തിരിച്ചു വരാൻ കരുതുന്നുണ്ട്, ലൈവ് ആയിട്ടുള്ള കാര്യങ്ങൾ സത്യസന്ധമായിട്ട്. കാരണം നമ്മള് ഇതുവരെ സത്യസന്ധല്ല, സത്യം പറയാറില്ലല്ലോ. സത്യം പറഞ്ഞാൽ നിങ്ങൾ കണക്ക് പോരില്ലല്ലോ. നമ്മൾ കുറച്ച് ഹൈപ്പ് ഉണ്ടാക്കിയ ചെയ്യാം. അങ്ങനെ നമ്മള് സോഷ്യൽ സ്റ്റാറ്റസ് ഉള്ള വ്യക്തിയാണ്, അല്ലല്ല സോഷ്യൽ സ്റ്റാറ്റസ് ഉള്ള വ്യക്തിയാണ്, കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി അതല്ല, നമ്മൾ ഇനി സത്യമല്ല സത്യം ഒരു ചിലപ്പോൾ നിങ്ങൾ കാണുക, നമ്മൾ റിയൽ ലൈഫ് കാണിക്കാം. റിയൽ ലൈഫ് എന്ന് പോലെ വ്യാജേന നിങ്ങളെ നമ്മൾ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് നമ്മളൊരു സോഷ്യൽ സ്റ്റാറ്റസ് നിലനിർത്തിക്കൊണ്ട് തന്നെ മുമ്പോട്ട് പോകും. അപ്പോ നമ്മുടെ മുനീർ ആലപ്പാട്ട് എന്ന പുതിയ ഇൻ മൈ ലൈഫ്, മുനീർ എന്ന ഉടായിപ്പ്, മുനീറിന്റെ ജീവിതം, അത് പറയാൻ പറ്റില്ല. മുനീറിന്റെ ജീവിതം ഉടായിപ്പ് തന്നെ. എന്നെ അടുത്തറിഞ്ഞൊരു കാര്യം, നമ്മള് മുനീറിന്റെ ജീവിതം. മുനീർ ഏറ്റവും നല്ലൊരു എന്റർടൈനർ, ഒരു ബിസിനസ്സുകാരന്റെ കൂടെ ഒരു എന്റർടൈനർ ഉണ്ടായ ജീവിതം ഹാപ്പി. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള ഏറ്റവും ടോപ്പ് ലെവൽ എല്ലാ ബിസിനസ്സുകാരും ഉണ്ട്. മുനീറിന്റെ ഫ്രണ്ടാണ്, മുനീറിന്റെ വണ്ടി കയറും, മുനീർ ഓല വണ്ടിയിലല്ല കയറല്, ഓല് മുനീറിന്റെ വണ്ടി കയറും. നമ്മുടെ കഞ്ഞിക്കടയില്ലേ, കഞ്ഞിക്കടയിൽ ഇല്ലേ കുഞ്ഞു കഞ്ഞിക്കട, അപ്പൊ കഞ്ഞി കുടിച്ചാൽ പോകണം. അത് കുഴപ്പമില്ല, രാത്രിയല്ലേ കുഴപ്പമില്ല. അപ്പൊ ചെറിയ റോട്ടിൽ ഖത്തറിൽ വണ്ടി എടുത്തിട്ട് ചെറിയ കുഞ്ഞി കഞ്ഞിക്കട ഉണ്ട്, കുഞ്ഞിയ കഞ്ഞിക്കട. അവിടേക്ക് ഇന്നത്തെ നമ്മളെ ലെജൻഡറി ആയിട്ടുള്ള ആളെ കൊണ്ടുപോയിട്ടുണ്ട്. അതാണ് മുനീർ. അതായത് മുനീറിന് ചെറുപ്പം വലുപ്പമില്ല, എക്സ്പീരിയൻസും വാല്യൂ ആണ് മുനീർ കൊടുക്കുന്നത്. നമ്മൾ സ്വന്തമായി സെൽഫ് ബ്രാൻഡിന് വേണ്ടിട്ട് നമ്മൾ തന്നെ പാട്ടുണ്ടാക്കിയിട്ടുണ്ട്, മുനീർ ആലപ്പാട്ട്. അതിനൊക്കെ യൂട്യൂബിൽ കിട്ടും, ഇപ്പൊ പാടാൻ പറ്റില്ല. കാരണം നമ്മളെ വാല്യൂ ചാരിയുടെ വണ്ടി എവിടെ, അത് ആ വണ്ടി ഇങ്ങനെ ചാരിട്ട ക്രോസർ ഇല്ല, അതിക്കും സൈഫ് ഇതാണ്. അപ്പൊ ഇവിടുന്ന് വണ്ടി വരില്ല. ഇല്ല, അത് റോഡല്ലേ, അപ്പുറത്തല്ലേ റോഡ്. അപ്പൊ എന്താ വെച്ചാല് നമ്മളെ ട്രോളാനോ, നമുക്ക് ഫുഡ് കഴിക്കാനോ ഒന്ന് ഇതായി, നമ്മൾ ട്രോളാനോ അല്ലെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാനോ. അതായത് ഖത്തറിലേക്ക് ആദ്യം മല്ലു ട്രാവലറിൽ കൊടുത്തിട്ടുള്ള ആള്, ഫിലിപ്പീൻസിൽ നിന്ന് ഒരാളെ ലോകകപ്പ് കാണാൻ കൊടുത്തിട്ടുള്ള ആള്, KT ജലീലിനെ കേരളത്തിൽ നിന്ന് ഖത്തർ കാണിച്ചിട്ടുള്ള ആള്. അദ്ദേഹം മുമ്പ് വന്നിട്ടുണ്ട് കേട്ടോ, അങ്ങനല്ല ഖത്തർ കാണിച്ചിട്ടുള്ളത് നിങ്ങളല്ലേ. നമ്മളെ കൂടെ ഉണ്ടായിരുന്നു. ഒരുപാട് ഡോക്ടർ ശ്രീനാഥ് കരയാട്ട്, ഷെഫീഖ് CP എന്നുള്ള ഇൻവെസ്റ്റേഴ്സ് കണക്ടറെ കൊടുത്തിട്ടുള്ള ആള്, പിന്നെ ജോഫർ EJ എന്നുള്ള മടിയനെ കൊടുത്തിട്ടുള്ള ആള്, സെയ്ദ് CJ, നിസാർ പട്ടോ പ്രൊഫൈലുകൾ ഒരുപാട് ആളുകളെ ഫിറോസ് കുന്നുംപറമ്പിൽ കൊടുക്കുന്നുണ്ട്. വേണമെങ്കിൽ ഞാനാന്ന് പറയാം, പക്ഷെ സത്യത്തിൽ ഞാനല്ല, അവിടെ വന്നിട്ടുണ്ട്. ഇതുപോലെ ഒരുപാട് ആളുകള് ഖത്തർ കണ്ടിട്ടുള്ളത് എന്താണ് ഇയാളെ കൊണ്ടാണ്. കാരണം ഖത്തറിലേക്ക് വരാൻ വലിയ എക്സ്പെൻസീവ് ഒന്നും ഇല്ല എന്നുള്ളത് ഇയാളൊപ്പം വന്നപ്പോൾ എനിക്ക് മനസ്സിലായത്. കാരണം വെറും
ചെറിയ പൈസ എന്ത് ചെയ്യും, നമുക്ക് ഹയാ വിസ കിട്ടും. പ്ലസ് ടിക്കറ്റ് കുറഞ്ഞ സമയത്ത് വന്നാൽ നിങ്ങൾക്ക് ഒരു 4-5 ദിവസം തിരിഞ്ഞു പറഞ്ഞ് കളിച്ചു കഴിഞ്ഞാൽ ചെറിയ ഫുഡ്. പിന്നെ ഇപ്പൊ ഒരു ദിവസം ഫുള്ള് കറങ്ങാൻ പറ്റും. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ സ്കിപ്പ് ചെയ്യിപ്പിച്ചു, ലഞ്ച് മാത്രമേ കഴിച്ചുള്ളൂ. ഇനിയിപ്പോ എന്തായി, ഡിന്നറായി. അതായത് നമ്മൾ എവിടെ മീറ്റിംഗ് പോകണം അവിടെ കോഫിയും ബിസ്ക്കറ്റ് ഉണ്ടാവുക കഴിപ്പിക്കും. അപ്പോൾ ഖത്തറിൽ വിസിറ്റ് ചെയ്യാൻ താല്പര്യമുള്ള ട്രെയിനിങ് മെന്റേഴ്സ് ഒക്കെ ആയിട്ടുള്ള അല്ലെങ്കിൽ എക്സ്പ്ലോർ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ നിങ്ങൾ വന്നാൽ നിങ്ങളെ പ്രൊഫൈലൂടെ വളരെ എനിക്ക് എനിക്ക് സാധ്യമാവുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളെ ഒരു കോഴ്സും കൂടി മെറ്റാ ആലപ്പാട്ട് എന്നുള്ള ആപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്യും ചെയ്യുന്നുള്ള. നമ്മളെന്താ വെച്ചാൽ നിങ്ങൾക്കൊരു റിക്കവറി റവന്യൂ ആണ്. ഖത്തറിലേക്ക് വിസിറ്റ് ചെയ്ത് നിങ്ങൾ പോകുന്നതോട് കൂടി എന്ത് ചെയ്യണം, നിങ്ങൾക്ക് സ്ഥിരമായിട്ട് നിങ്ങൾ ഒരു ഡിജിറ്റൽ അസറ്റ് ക്രിയേറ്റ് ചെയ്യുന്നു, അതിന്റെ കൂടെ തന്നെ റവന്യൂ വരുന്നു, നിങ്ങൾ ട്രെയിനർ ആവുന്നു, നിങ്ങൾ ഇന്റർനാഷണൽ ആവും. പിന്നെ സോഷ്യൽ സ്റ്റാറ്റസ് എന്നത് ഇങ്ങനെയും അങ്ങനെയും ആവാ എന്ന ലെവലിൽ നമ്മൾ പോകുന്നത്. കാരണം മറ്റുള്ളവരുടെ കോണ്ടാക്ട്സിൽ എന്തെന്നല്ലേ നമ്മളായി ജീവിക്കുക. കോട്ടൊക്കെ ഇട്ട് കുപ്പായൊക്കെ ഇട്ടിട്ട് മറ്റേ കുഞ്ഞാന്ന് പറഞ്ഞ് നടക്കണല്ല. മുനീറാണ്. യെസ്, നമ്മളിന്ന് കോട്ടിടാണെങ്കിൽ തയ്യാറുമാണ്, പക്ഷെ അല്ലെങ്കിൽ കുഴപ്പമില്ല. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി സർട്ടിഫിക്കേഷൻ നടത്തിയിട്ടുള്ള മുനീർ. ഇത് നമ്മളെ ക്യാമറ മേനോനാണ്. മേനോൻ ഇടക്കിടക്ക് പൊന്തുള്ളൂ, പക്ഷെ ഇന്ന് ഉറങ്ങിയിട്ടുണ്ട്. ക്യാമറാന്റെ പ്രത്യേകത ഉറങ്ങിയ ആളാരാന്ന് വെച്ചാൽ ഓനാണ്. ക്യാമറാന്റെ പ്രത്യേകത വെച്ചാല് രാവിലെ ഒരു 5 മണിക്ക് ശേഷമുള്ള വർക്കാണെങ്കിൽ രാത്രി മുതൽ ഉറങ്ങിയില്ല. കാരണം 6 മണിക്ക് 7 മണിക്ക് എനിക്ക് നടക്കൂല. അതാണ് ഷെഫിൻ, മിസ്റ്റർ ഷെഫിൻ. ഇൻസ്റ്റയിൽ ഒരുപാട് ആരാധകരുണ്ട്. ആ ആരാധന കണ്ട് ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. എന്ത് ഗേൾഫ്രണ്ട്സ് പോണ സമയത്ത് ഓൻ്റെ പൈസ നിങ്ങൾ അവനക്ക് വേണ്ടി പൈസ ഇറക്കാണ്ടെങ്കിൽ മാത്രം പോയാൽ. പക്ഷെ എനിക്ക് പ്രായമായി, ഞാൻ 37 വയസ്സായി. അത് ബോധ്യപ്പെടുത്തിയത് ഇവന്റെ ആരാധകരെ ഞാൻ കയറി ഫോളോ ചെയ്തു. അപ്പൊ അവള് കയറി ചോദിച്ചു ഏതാണ് ഈ തണ്ടാത്. അന്നാണ് മനസ്സിലായത് ഞാന് ഒരു പ്രായമായി. മറ്റേ ഞാൻ കയറി ഇപ്പോഴും ഒരു ചെറുപ്പക്കാരെന്നുള്ളതാണ്. ഇത് മുനീറിന്റെ വൈഫ് ഫാറ കാണുന്നുണ്ടെങ്കിൽ പ്രത്യേകം നോട്ട് ചെയ്യാം. തരക്കറിയുന്ന കാര്യങ്ങളാണ് നോട്ട് ചെയ്യുന്നതാ. ഓക്കെ, ബൈ, സൈനിങ് ഓഫ്. മുനീർ ആലപ്പാട്. ഇനി അടുത്ത കൊല്ലം അടുത്ത വീഡിയോയിൽ കാണാം. അങ്ങനല്ലേ? അടുത്ത ദിവസമാണ് കാണുക. എല്ലാ ദിവസത്തെ വിറ്റ് വന്ന് ഷൂട്ട് ചെയ്യാം.